ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിന്റെ മലയാളത്തിന്റെ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ 15 മിനിറ്റ് കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ്. ആദ്യത്തെ പ്രവർത്തനത്തിന് കൂട്ടുകാർ നിർബന്ധമായിട്ടും ഉത്തരം എഴുതിയിരിക്കണം. 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. പ്രവർത്തനം 1, ഉത്തരം എഴുതാം. കഥ വായിച്ച് ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. മുത്തിന്റെ ചിമ്മിയ കൺപീലികൾക്കിടയിലൂടെ കുഞ്ഞു സ്വപ്നം പുറത്തേക്ക് ഊർന്നിറങ്ങി. പകുതി തുറന്നു കിടക്കുന്ന ജനലിന്റെ പടിയിൽ ചെന്നിരുന്ന് പുറത്തേക്ക് നോക്കി. നല്ല നിലാവ്. മുത്തേ മുത്തേ എണീക്ക്, കുഞ്ഞു സ്വപ്നം വിളിച്ചു. ആരാ? ഞാനാ കുഞ്ഞു സ്വപ്നം. ഞാൻ നിന്റെ കണ്ണിൽ നിന്ന് പുറത്തു ചാടി. മുത്ത് എഴുന്നേറ്റിരുന്നു. വരുന്നോ എന്റെ കൂടെ? കുഞ്ഞു സ്വപ്നം വിളിച്ചു. നമുക്ക് പുറത്തെ നിലാവിൽ പാറി നടക്കാം. പറക്കാൻ എനിക്ക് ചിറകില്ലല്ലോ. മുത്ത് സങ്കടപ്പെട്ടു. ഇതാ എന്റെ വിരൽ തുമ്പിൽ പിടിച്ചാൽ മതി. മുത്ത് വിരൽ തൊട്ടു. അത്ഭുതം! ഭാരം കുറഞ്ഞ് ഒരു തൂവൽ പോലെയാകുന്നത് മുത്തറിഞ്ഞു. അടുത്ത നിമിഷം കുഞ്ഞു സ്വപ്നം മുത്തിന്റെ വിരൽ പിടിച്ച് ജനലിലൂടെ പുറത്തേക്ക് പറന്നു. നിലാവ് അവരെ കോരിയെടുത്ത് മരച്ചില്ലകൾക്കും ഇലകൾക്കും ഇടയിലൂടെ പരന്നൊഴുകുന്ന നിലാവിൽ നീന്തി നീങ്ങി. ഇനി നമ്മൾക്ക് ചോദ്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മുത്തിന്റെ ചിമ്മിയ കൺപീലികൾക്കിടയിൽ നിന്ന് ഊർന്നിറങ്ങിയത് ആരാണ്? എ കണ്ണുനീർ, ബി കുഞ്ഞി സ്വപ്നം, സി നിലാവ്, ഡി ഉറക്കം. ഏതാണ് ആൻസർ? കുഞ്ഞി സ്വപ്നം അല്ലേ? രണ്ടാമത്തെ ചോദ്യം, കുഞ്ഞു സ്വപ്നം മുത്തിനെ എന്തിനാണ് വിളിച്ചത്? എ കൂട്ടരുമൊത്ത് കളിക്കാൻ, ബി മുത്ത് പെറുക്കാൻ, സി പുറത്തെ നിലാവിൽ പാറി നടക്കാൻ, ഡി മരത്തിൽ കയറാൻ. എന്തിനായിരുന്നു കുഞ്ഞു സ്വപ്നം മുത്തിനെ വിളിച്ചത്? പുറത്തെ നിലാവിൽ പാറി നടക്കാനായിരുന്നു അല്ലേ? ഇനി മൂന്നാമത്തെ ചോദ്യം, മുത്ത് സങ്കടപ്പെടാൻ കാരണം എന്താണ്? എ ചിറകില്ലാത്തതിനാൽ, ബി ഉറക്കം മതിയാകാത്തതിനാൽ, സി കുഞ്ഞു സ്വപ്നത്തെ കാണാത്തതിനാൽ, ഡി കൂട്ടുകാരുമൊത്ത് കളിക്കാത്തതിനാൽ. എന്തിനായിരുന്നു മുത്ത് സങ്കടപ്പെട്ടത്? ചിറകില്ലാത്തതിനാലായിരുന്നു അല്ലേ? നാലാമത്തെ ചോദ്യം, മുത്ത് കുഞ്ഞു സ്വപ്നത്തിന്റെ വിരൽ തൊട്ടപ്പോൾ ഉണ്ടായ അത്ഭുതം എന്താണ്? എ പൂനിലാവ് പോലെയായി, ബി മഞ്ഞു പോലെയായി, സി ഭാരം കുറഞ്ഞ് തൂവൽ പോലെയായി, ഡി കല്ല് പോലെയായി. എന്തായിരുന്നു ആൻസർ? ഭാരം കുറഞ്ഞ് തൂവൽ പോലെയായി അല്ലേ? അഞ്ചാമത്തെ ചോദ്യം, മുത്തിന് പറക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? എ നിലാവ് പരന്നതുകൊണ്ട്, ബി കുഞ്ഞി സ്വപ്നത്തിന് ചിറകു മുളച്ചതുകൊണ്ട്, സി ഉറക്കം തെളിഞ്ഞതുകൊണ്ട്, ഡി കുഞ്ഞി സ്വപ്നത്തിന്റെ വിരൽ പിടിച്ചതുകൊണ്ട്. ഏതാണ് ആൻസർ? കുഞ്ഞി സ്വപ്നത്തിന്റെ വിരൽ പിടിച്ചതുകൊണ്ടാണ് അല്ലേ? പ്രവർത്തനം 2, സംഭാഷണം എഴുതാം. കണ്ണനെ കാണാതെ അന്വേഷിച്ചു നടക്കുകയാണ് അമ്മ. അമ്മയുടെ വിഷമം കണ്ട മാൻകുട്ടി താൻ കണ്ണനെ കണ്ട കാര്യം ഓർത്തു. ഉടൻ കണ്ണന്റെ അടുത്തേക്ക് ഓടി. അവിടെ വെച്ച് മാൻകുട്ടിയും കണ്ണനും എന്തെല്ലാമായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? എഴുതൂ. മാൻകുട്ടി എന്താണ് ചോദിക്കുന്നത്? കണ്ണാ, നീ എന്തിനാണ് ഒളിച്ചു നടക്കുന്നത്? അപ്പോൾ കണ്ണൻ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? നമ്മൾക്ക് ബാക്കിയൊന്ന് എഴുതി നോക്കാം അല്ലേ? ഞാൻ വെണ്ണ കട്ടു തിന്നത് കൊണ്ടാ. മാൻകുട്ടി എന്താണ് അപ്പോൾ പറയുന്നത്? യശോദാമ്മ നിന്നെ തിരയുന്നുണ്ടല്ലോ. അപ്പോൾ കണ്ണൻ, അതെയോ, എന്നെ അടിക്കാനായിരിക്കും. മാൻകുട്ടി, അല്ലെന്നേ, അമ്മ നല്ല വിഷമത്തിലാണ്. കണ്ണൻ, അമ്മ എവിടെയാ തിരയുന്നത്? അപ്പോൾ മാൻകുട്ടി എന്താ പറഞ്ഞത്? കാട്ടിലേക്കാ പോയത്. പോയി നോക്കൂ കണ്ണാ. അപ്പോൾ കണ്ണൻ എന്താണ് പറയുന്നത്? ശരി, അമ്മയുടെ അടുത്ത് ഓടക്കുഴൽ വായിച്ച് പോകാം. അപ്പോൾ മാൻകുട്ടി, ശരി, ഞാനും നിന്റെ കൂടെ വരാം. പ്രവർത്തനം 3, കവിത പൂർത്തിയാക്കാം. കൂടുതൽ വരികൾ ചേർത്ത് കവിത പൂർത്തിയാക്കൂ. ഉചിതമായ തലക്കെട്ടും നൽകണം. എന്താണ് കവിത നൽകിയിരിക്കുന്നത്? ഞാനൊരു കുഞ്ഞിക്കിളിയായെങ്കിൽ വർണ്ണച്ചിറകു വിരിച്ചിട്ടങ്ങനെ മലയുടെ മുകളിൽ പുഴയുടെ മുകളിൽ പാറി പാറി നടന്നേനെ. ബാക്കി 4 വരി എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്? ഞാനൊരു കുഞ്ഞു മാനായെങ്കിൽ പുള്ളിയുടുപ്പും അണിഞ്ഞിട്ടങ്ങനെ കാടിൻ നടുവിൽ മേടിൻ മാറിൽ തുള്ളി തുള്ളി നടന്നേനെ. ഇനി ഇതിന് ഉചിതമായൊരു തലക്കെട്ട് നൽകണം. എന്താണ് നമ്മൾ നൽകുക? ഞാനൊരു കുഞ്ഞായെങ്കിൽ. പ്രവർത്തനം 4, വിവരണം എഴുതാം.
മണ്ണിലെ നിധി എന്ന പാഠഭാഗത്തിലെ കർഷകന്റെ തോട്ടത്തിന്റെ ചിത്രമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. പൂക്കളും കായ്കളും മരങ്ങളും വള്ളിച്ചെടികളും നിറഞ്ഞ തോട്ടം നിരീക്ഷിച്ച് വിവരണം തയ്യാറാക്കൂ. താഴെയുള്ള ചിത്രം നോക്കി നമ്മൾക്കൊരു ചെറിയ വിവരണം തയ്യാറാക്കി നോക്കാം. കർഷകന്റെ തോട്ടത്തിൽ ഒരിടം പോലും ഒഴിഞ്ഞുകിടക്കാതെ പലതരത്തിലുള്ള മരങ്ങളും ചെടികളും വള്ളിച്ചെടികളും നിറഞ്ഞു നിൽക്കുന്നു. അവയെല്ലാം പൂത്തും കായ്ച്ചും നിൽക്കുന്നത് കൺകുളിർക്കെ കാണാം. ചക്ക, തേങ്ങ, മത്തൻ, തക്കാളി, വെണ്ട, പപ്പായ തുടങ്ങി പലതരം വിളകളാണ് കർഷകന്റെ തോട്ടത്തിലുള്ളത്. ഇത്തവണ കർഷകന് നല്ല വിളവ് കിട്ടിയതിനാൽ നല്ല ലാഭവും കിട്ടി. പ്രവർത്തനം 5 അനുഭവക്കുറിപ്പ്. അമ്മയെ തിരിച്ചു കിട്ടിയ തത്തക്കുഞ്ഞ് അന്ന് രാത്രി സുഖമായി ഉറങ്ങി. പക്ഷേ തത്തക്കുഞ്ഞിനെ നഷ്ടപ്പെട്ട ആ കുട്ടിക്ക് ഉറക്കം വന്നില്ല. അവൻ ഒഴിഞ്ഞ കൂടിന് മുന്നിലിരുന്ന് തത്തയോടൊത്തുള്ള നാളുകളിലെ ഓർമ്മകൾ എഴുതുവാൻ തുടങ്ങി. എന്തൊക്കെയായിരിക്കും അവൻ എഴുതിയിട്ടുണ്ടാവുക? എഴുതൂ. കുട്ടിയുടെ ഓർമ്മകൾ നമ്മൾക്കൊന്ന് എഴുതി നോക്കാം അല്ലേ? എന്റെ ഉറ്റ ചങ്ങാതിയായിരുന്നു തത്തക്കുഞ്ഞ്. അവശ നിലയിൽ കണ്ട തത്തക്കുഞ്ഞിനെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അതിന് കുടിക്കാൻ പാലും കഴിക്കാൻ പഴവും നൽകി. ആർത്തിയോടെ വിശപ്പ് മാറ്റിയ തത്തക്കുഞ്ഞ് എന്നെ സ്നേഹത്തോടെ നോക്കി. അതിന് വസിക്കാൻ ഞാൻ സ്വർണ്ണക്കൂട് നൽകി. ദിവസവും രാവിലെ തത്തക്കുഞ്ഞിനെ കണി കണ്ടുകൊണ്ട് എഴുന്നേറ്റു. ഞങ്ങൾക്ക് പരസ്പരം സംസാരിക്കാൻ അതിന് ഞാൻ ഭാഷ പഠിപ്പിച്ചു. അങ്ങനെ അത് പൂച്ചയെ കാണുമ്പോൾ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയാൻ തുടങ്ങി. ഞങ്ങൾ പലതും സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഉറ്റ ചങ്ങാതിമാരായി. കൂട്ടിനുള്ളിൽ നിന്നും അതിനെ ഞാൻ പറക്കാൻ പഠിപ്പിച്ചു. പറക്കാൻ പഠിച്ചപ്പോൾ അത് തൻ്റെ സ്വന്തം അമ്മയെ കണ്ടതും കൂട് വിട്ട് പറന്നുപോയി. അങ്ങനെ ഞാൻ ഇന്ന് തനിച്ചായി. പ്രവർത്തനം 6 കഥ പൂർത്തിയാക്കാം. കർഷകരായ കിട്ടൻ മുയലും കുഞ്ഞനാമയും കൂട്ടുകാരായിരുന്നു. അവർ എന്നും നടക്കാനിറങ്ങുക പതിവാണ്. ഒരു ദിവസം അവർ നടക്കുന്നതിനിടയിൽ ഒഴിഞ്ഞ ഒരു കൃഷിസ്ഥലം കണ്ടു. അപ്പോൾ അധ്വാനിയായ കിട്ടൻ മുയലിന് ഒരു ആശയം തോന്നി. കഥയുടെ ബാക്കി ഭാഗം പൂർത്തിയാക്കൂ. ഒരു തലക്കെട്ടും നൽകണം. നല്ലൊരു തലക്കെട്ട് നൽകി കഥയുടെ ബാക്കി ഭാഗം നമ്മൾക്കൊന്ന് പൂരിപ്പിച്ചു നോക്കിയാലോ? എന്താണ് നമ്മൾ തലക്കെട്ട് നൽകുക? കിട്ടൻ മുയലും കുഞ്ഞനാമയും. ഇനി ബാക്കി ഭാഗം നമ്മൾക്കൊന്ന് പൂരിപ്പിച്ചു നോക്കാം. കിട്ടൻ മുയൽ കുഞ്ഞനാമയോട് പറഞ്ഞു, നമുക്കിവിടെ എന്തെങ്കിലും കൃഷി ചെയ്താലോ? എന്തു കൃഷി ചെയ്യും? കുഞ്ഞനാമ ചോദിച്ചു. നമുക്ക് കുറച്ച് വാഴ നട്ടാലോ? കിട്ടൻ മുയൽ ചോദിച്ചു. ഉഗ്രൻ ഐഡിയ! കുറച്ച് ക്യാരറ്റും കൃഷി ചെയ്യാം. അതാവുമ്പോൾ നിനക്ക് ആ കരടിച്ചേട്ടന്റെ തോട്ടത്തിൽ ഒളിഞ്ഞു കയറേണ്ട, കുഞ്ഞനാമ പറഞ്ഞു. കിട്ടൻ മുയലും സമ്മതിച്ചു. അങ്ങനെ അവർ അടുത്തു കണ്ട തോടിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് നനച്ചു. കൃഷിയിടം നന്നായി കിളച്ചു. ആ സ്ഥലത്തെ 2 ഭാഗങ്ങളാക്കി. ഒരു ഭാഗത്ത് വാഴ നടാനും മറ്റേ ഭാഗത്ത് ക്യാരറ്റ് നടാനും തടമെടുത്തു. കരടിച്ചേട്ടന്റെ അടുത്തു നിന്നും തൈകളും വാങ്ങി. അവരുടെ തോട്ടം അവർ നന്നായി വെള്ളവും വളവും നൽകി പരിപാലിച്ചു. അങ്ങനെ അവരുടെ തോട്ടത്തിൽ വാഴപ്പഴവും ക്യാരറ്റും കൊണ്ട് നിറഞ്ഞു. അവർക്ക് വളരെ സന്തോഷമായി. തോട്ടത്തിലെ പഴങ്ങളും ക്യാരറ്റും അവർ എല്ലാവർക്കും കൊടുത്തു. അവരുടെ കൂട്ടുകാർ അവരോട് നന്ദി പറഞ്ഞു. All the best for your exam. Thanks for watching. If you like this video, please do subscribe and share.